Hi students, welcome to Jija's Biology classes. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഹെർഷി ആൻഡ് ചേസ് എക്സ്പെരിമെന്റ് ആണ്. അതായത് 1952-ൽ ഹെർഷി ആൻഡ് ചേസ്, ആൽഫ്രഡ് ഹെർഷി ആൻഡ് മാർത്ത ചേസ് എന്നീ രണ്ട് സയന്റിസ്റ്റുകളാണ് ഈ എക്സ്പെരിമെന്റ് ചെയ്തത്. ഈ എക്സ്പെരിമെന്റിലൂടെയാണ് DNA ആണ് ജനറ്റിക് മെറ്റീരിയൽ എന്നുള്ളതിന് ഒരു ഡൗട്ടും ഇല്ലാത്ത വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു എവിഡൻസ് കിട്ടിയത്. അപ്പൊ അതിനെപ്പറ്റി നമുക്ക് പറയാം. അപ്പൊ ഹെർഷി ആൻഡ് ചേസ് ഈ എക്സ്പെരിമെന്റ് നടത്തുന്നത് 1952-ലാണെന്ന് പറഞ്ഞു. അവർ ഈ എക്സ്പെരിമെന്റ് നടത്താൻ വേണ്ടി യൂസ് ചെയ്തത് ഒരു ബാക്ടീരിയോഫേജ് ആണ്. ആൻഡ് എല്ലാവർക്കും അറിയാം എന്താണ് ഒരു ബാക്ടീരിയോഫേജ് എന്നൊക്കെ നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും. ബാക്ടീരിയോഫേജ് എന്ന് പറയുന്നത് ഒരു വൈറസ് ആണ്. ഈ വൈറസിന്, ബാക്ടീരിയനെ ഇൻഫെക്ട് ചെയ്യുന്ന വൈറസിന് നമ്മൾ പറയുന്ന പേരാണ് ബാക്ടീരിയോഫേജ്. സാധാരണ രീതിയിൽ ഈ എക്സ്പെരിമെന്റ് പറയുന്നതിന് മുമ്പ് സാധാരണ ഒരു ബാക്ടീരിയോഫേജിന്റെ ജനറൽ കുറച്ച് കാര്യങ്ങളും എങ്ങനെയാണത് ഇൻഫെക്ഷൻ ഉണ്ടാക്കുക എന്നുള്ളതിന്റെ കാര്യം ഒന്ന് ജസ്റ്റ് ഒന്ന് അധികം ഒന്നും ഡീറ്റെയിൽ അല്ലാത്ത ബ്രീഫായിട്ട് പറഞ്ഞിട്ട് പോകാം. അപ്പോ വൈറസ് എന്ന് പറയുന്നത്, വൈറസിന് സാധാരണ രീതിയിൽ, ബാക്ടീരിയോഫേജ് വൈറസിന് സാധാരണ രീതിയിൽ ഒരു പോളിഗണൽ ആയിട്ടുള്ള ഒരു ക്യാപ്സിഡ് ഉണ്ടാകും. ക്യാപ്സിഡ് എന്ന് പറയുന്നത് അതിന്റെ പ്രോട്ടീൻ കോട്ടാണ്. അതിനുശേഷം അതൊരു മിഡിൽ പീസ് പോലെ ഒരു മിഡ് പീസ് പോലെ ഒരു പോർഷൻ ഉണ്ട്. അതിനുശേഷം ഇവിടെ ഒരു എൻ പ്ലേറ്റ് കാണാം. ടെയിൽ പീസ്, ഇതിനെ നമ്മൾ ടെയിൽ പീസ് എന്നാണ് പറയാം. ടെയിൽ പീസ് കാണാം. ഈ ക്യാപ്സിഡിന്റെ ഉള്ളിലാണ് അതിന്റെ ജനറ്റിക് മെറ്റീരിയൽ ആയിട്ടുള്ള DNA ഉള്ളത്. ഇതാണ് സാധാരണ ഒരു ബാക്ടീരിയോഫേജിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഈ ഔട്ടർ ക്യാപ്സിഡ് ഇതൊരു പ്രോട്ടീൻ കവറിംഗ് ആണ്. പ്രോട്ടീൻ കവറിംഗ് കഴിഞ്ഞ് ജസ്റ്റ് ഒരു ചെറിയൊരു മിഡിൽ പീസ് ഉണ്ട്. നെക്സ്റ്റ് ഒരു എൻ പ്ലേറ്റ് ഉണ്ട്. മിഡിൽ പീസിന്റെ എൻഡിനെയാണ് നമ്മൾ എൻ പ്ലേറ്റ് എന്ന് പറയാം. പിന്നെ കുറച്ച് ടെയിൽ പീസുകളും കാണും. ഈ ക്യാപ്സിഡിന്റെ ഉള്ളിലായിട്ട് അതിന്റെ ജനറ്റിക് മെറ്റീരിയൽ DNA കാണും. ഇതാണ് ഒരു സാധാരണ ബാക്ടീരിയോഫേജിന്റെ സ്ട്രക്ചർ. ഇനി ഈ ബാക്ടീരിയോഫേജ് എങ്ങനെയാണ് ബാക്ടീരിയനെ ഇൻഫെക്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ബാക്ടീരിയോഫേജ് ഒരു ബാക്ടീരിയന്റെ സർഫസിൽ, ഇതാണ് ബാക്ടീരിയ എന്ന് വെച്ചോളൂ. ഈ ബാക്ടീരിയന്റെ സർഫസിൽ ഈ ബാക്ടീരിയോഫേജ് പറ്റിപ്പിടിച്ചല്ലെങ്കിൽ ഒന്ന് പറ്റിപ്പിടിച്ചിരിക്കും. ഇങ്ങനെ അതിനെ പറ്റിപ്പിടിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ബാക്ടീരിയന്റെ സർഫസിൽ അറ്റാച്ച് ആകുന്നതിനെ പറയുന്ന പേരാണ് അഡ്സോർപ്ഷൻ എന്നാണ് പറയാം. ഫസ്റ്റ് സ്റ്റേജ് ആണ് അഡ്സോർപ്ഷൻ. അഡ്സോർപ്ഷനില് ബാക്ടീരിയോഫേജ് ഈസ് അറ്റാച്ചിങ് ഓൺ ദി സർഫസ് ഓഫ് ദി ബാക്ടീരിയ. അതിനുശേഷം ദിസ് ബാക്ടീരിയോഫേജ് വിൽ allow its genetic material to enter inside the bacteria. ബാക്ടീരിയന്റെ ഉള്ളിലേക്ക് ഇതിന്റെ ജനറ്റിക് മെറ്റീരിയലിനെ മാത്രം അത് കടത്തിവിടും. അതിന്റെ ക്യാപ്സിഡിനെ അത് ഉപേക്ഷിക്കും. ബാക്ടീരിയന്റെ പുറത്ത് തന്നെ, അതിന്റെ സെൽ വോളിൽ തന്നെ ഉപേക്ഷിച്ചിട്ട് അതിന്റെ ജനറ്റിക് മെറ്റീരിയൽ മാത്രമാണ് ഉള്ളിലേക്ക് വരുന്നത്. ഈ പർട്ടിക്കുലർ സ്റ്റേജിന് നമ്മൾ പറയുന്ന പേരാണ് ഇൻഫെക്ഷൻ. ഇനി നെക്സ്റ്റ് തേർഡ് സ്റ്റെപ്പാണ് റെപ്ലിക്കേഷൻ. റെപ്ലിക്കേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. കാരണം നമ്മുടെ ബാക്ടീരിയോഫേജിന്റെ DNA ബാക്ടീരിയോന്റെ ഉള്ളിൽ വന്നാൽ എന്താണ് സംഭവിക്കുക? ഇറ്റ് വിൽ റെപ്ലിക്കേറ്റ്. ഇതിന്റെ തന്നെ ഒരുപാട് കോപ്പീസിനെ ഉണ്ടാക്കാൻ തുടങ്ങും. ലാസ്റ്റ് സ്റ്റേജ് ആണ് ലൈസിസ്. ലൈസിസ് എന്ന് പറഞ്ഞാൽ ബാക്ടീരിയൽ സെല്ലിനെ നശിപ്പിക്കുന്ന അല്ലെങ്കിൽ ലൈസ് ചെയ്യുന്ന പ്രോസസ്. ഇത്രയുമാണ് ബാക്ടീരിയോഫേജ് ബാക്ടീരിയനെ ഇൻഫെക്ട് ചെയ്യുന്നതിന്റെ 4 സ്റ്റെപ്പ്. ആദ്യം അഡ്സോർപ്ഷൻ. അപ്പോ അതിന്റെ ബാക്ടീരിയോഫേജ് ജസ്റ്റ് ഒന്ന് സർഫസിൽ അറ്റാച്ച് ആയിരിക്കുന്നു. അതിനുശേഷം അതിന്റെ ജനറ്റിക് മെറ്റീരിയലിനെ മാത്രം ഉള്ളിലേക്ക് കടത്തുന്നു. അതിനുശേഷം ജനറ്റിക് മെറ്റീരിയൽ ബാക്ടീരിയന്റെ ഉള്ളിൽ വന്ന് റെപ്ലിക്കേറ്റ് ചെയ്യുന്നു. റെപ്ലിക്കേറ്റ് ചെയ്ത് ലാസ്റ്റ് സ്റ്റെപ്പിൽ അതിനെ നശിപ്പിക്കുന്നു. ഇത്രയുമാണ് സ്റ്റേജുകൾ. ഹെർഷി ആൻഡ് ചേസ് ഈ എക്സ്പെരിമെന്റിൽ ആദ്യം ചെയ്തത് ഫ്യൂ വൈറസിനെ റേഡിയോ ആക്റ്റീവ് സൾഫർ മീഡിയത്തിലിട്ട് വളർത്തി. അതുപോലെ നെക്സ്റ്റ് ഗ്രൂപ്പ് ഓഫ് ബാക്ടീരിയോഫേജിനെ റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസ് കണ്ടെയ്നിങ് മീഡിയത്തിലിട്ട് വളർത്തിയെടുത്തു. അതായത് ആദ്യം സപ്പോസ് ഇതൊരു ഗ്രൂപ്പ് ഓഫ് ബാക്ടീരിയോഫേജ്, ഇതുപോലെ ഒരു ഗ്രൂപ്പ് ഓഫ് ബാക്ടീരിയോഫേജിനെ
റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള സൾഫർ S35 ഇതിലിട്ട് വളർത്തിയെടുത്തു. നെക്സ്റ്റ് വേറെ അനദർ ഗ്രൂപ്പിന് റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഫോസ്ഫറസ് P32 വളർത്തിയെടുത്തു. അപ്പോ ഇതിന്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം DNA മോളിക്യൂൾ ഉണ്ടാക്കണമെങ്കിൽ ഒരു ഫോസ്ഫറസ് അത്യാവശ്യമാണ് അല്ലെ. അപ്പൊ റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസ് മീഡിയത്തിൽ വളരുന്ന ബാക്ടീരിയോഫേജിന്റെ DNA-യിൽ എന്തിന്റെ പ്രസൻസ് ഉണ്ടാകും? റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസിന്റെ പ്രസൻസ് ഉണ്ടാകും. അതേസമയം പ്രോട്ടീൻ ഉണ്ടാക്കണമെങ്കിൽ സൾഫർ അത്യാവശ്യമാണ്. കാരണം മെഥിയോനൈൻ, സിസ്റ്റീൻ എന്നീ അമിനോ ആസിഡുകളിൽ സൾഫറിന്റെ പ്രസൻസ് ഉണ്ട്. അപ്പൊ സൾഫർ ഉണ്ടെങ്കിൽ മാത്രമേ പ്രോട്ടീൻ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ റേഡിയോ ആക്റ്റീവ് സൾഫറിൽ വളരുന്ന ബാക്ടീരിയോഫേജിന് അവരുടെ പ്രോട്ടീനിൽ ഏതിന്റെ പ്രസൻസ് ഉണ്ടാകും? സൾഫറിന്റെ പ്രസൻസ് ഉണ്ടാകും. നെക്സ്റ്റ് അവർ ചെയ്ത കാര്യം, ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വളർത്തിയെടുത്ത ബാക്ടീരിയോഫേജിനെ കൊണ്ട് ഈക്കോളൈ ബാക്ടീരിയത്തിനെ ഇൻഫെക്ട് ചെയ്യിപ്പിച്ചു. അപ്പൊ ഞാൻ രണ്ട് ഗ്രൂപ്പായിട്ടാണ്, ഇവർ രണ്ട് സെപ്പറേറ്റ് ആയിട്ടാണ് വരയ്ക്കുന്നത്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ആദ്യത്തെ ടൈപ്പ് ഓഫ് ബാക്ടീരിയോഫേജിനെ, ഈ ബാക്ടീരിയോഫേജിനെ, ഇത് റേഡിയോ ആക്റ്റീവ് സൾഫർ മീഡിയത്തിൽ വളർന്ന ബാക്ടീരിയോഫേജ് ആണ്. ഇതാണ് അതും ബാക്ടീരിയ, ഈക്കോളൈ ബാക്ടീരിയ ആണെന്ന് വിചാരിച്ചോളൂ. ഫസ്റ്റ് ഈ ഈക്കോളൈ ബാക്ടീരിയത്തിന്റെ മുകളിലായിട്ട് ഈ ബാക്ടീരിയോഫേജ് അറ്റാച്ച് ആകും. ഇതിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞിരുന്നത്? അഡ്സോർപ്ഷൻ എന്ന് പറഞ്ഞിരുന്നത്. അപ്പൊ നെക്സ്റ്റ് എന്ത് സംഭവിക്കും? ഇതിന്റെ പ്രോട്ടീൻ കോട്ട് പുറമെ ഉപേക്ഷിച്ചിട്ട് അതിന്റെ DNA മാത്രം, അതിന്റെ ജനറ്റിക് മെറ്റീരിയൽ മാത്രം ഉള്ളിലേക്ക് വരുന്നു. ഈ ഉള്ളിൽ വെച്ച് ഇത് റെപ്ലിക്കേറ്റ് ചെയ്യുന്നു. ഇതിന്റെ ഒരുപാട് കോപ്പീസിനെ ഉണ്ടാക്കുന്നു. നെക്സ്റ്റ് ഗ്രൂപ്പിൽ എന്താണ് സംഭവിക്കുക? നെക്സ്റ്റ് ഗ്രൂപ്പിലുള്ള ബാക്ടീരിയോഫേജ് റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഫോസ്ഫറസിൽ വളർന്ന ബാക്ടീരിയോഫേജ് ആണ്. അതായത് റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസ് ഇപ്പോൾ ആ ബാക്ടീരിയോഫേജിന്റെ DNA-യിൽ ഉണ്ട് എന്നർത്ഥം. അപ്പോ സപ്പോസ് ഇതാണ് നമ്മുടെ ഈക്കോളൈ ബാക്ടീരിയ എന്നിരിക്കട്ടെ. ഈ ഈക്കോളൈ ബാക്ടീരിയന്റെ പുറത്ത് ആ ബാക്ടീരിയോഫേജിനെ പറ്റിപ്പിടിച്ചിരിക്കും. അതിനുശേഷം ഇതിന്റെ DNA-നെ മാത്രം ഉള്ളിലേക്ക് കടത്തിവിടും. DNA ഈ പർട്ടിക്കുലർ ബാക്ടീരിയന്റെ ഉള്ളിൽ കിടന്ന് റെപ്ലിക്കേറ്റ് ചെയ്ത് ഒരുപാട് കോപ്പീസ് ഉണ്ടാക്കും. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും റേഡിയോ ആക്റ്റീവ് സൾഫർ ഇപ്പോൾ എവിടെയാണ്? ബാക്ടീരിയയുടെ പുറത്താണ്. കാരണം എന്താണ്? റേഡിയോ ആക്റ്റീവ് സൾഫർ കാണുന്നത് പ്രോട്ടീൻസിൽ മാത്രമാണ്. പ്രോട്ടീൻ കോട്ട് ഉപേക്ഷിച്ചിട്ട് DNA മാത്രമാണ് ഉള്ളിലേക്ക് വരുന്നത്. റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസ് എവിടെയാണ്? DNA-യിൽ ആണ്. നെക്സ്റ്റ് എന്താണ് ചെയ്തത്? നെക്സ്റ്റ് അവർ ചെയ്തു, ഇതിനെ സെൻട്രിഫ്യൂജ് ചെയ്തു. അതായത് ഈ മീഡിയത്തിനെ, ബാക്ടീരിയൽ കണ്ടെയ്നിങ് മീഡിയത്തിനെ അവർ സെൻട്രിഫ്യൂഗേഷൻ നടത്തി. സെൻട്രിഫ്യൂഗേഷൻ നടത്തി കഴിഞ്ഞപ്പോൾ, സപ്പോസ് ഇതാണ് നമ്മളുടെ ടെസ്റ്റ് ട്യൂബ് എന്നിരിക്കട്ടെ, സെൻട്രിഫ്യൂഗേഷൻ നടത്തി കഴിയുമ്പോൾ നമുക്കറിയാം സെൻട്രിഫ്യൂഗേഷൻ നടന്നു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് സെപ്പറേറ്റഡ് പാർട്ടിക്കിൾസ് ആണ് കിട്ടുക. ബോട്ടത്തിലുള്ളത് ഹെവിയർ പാർട്ടിക്കിൾസ് ആയിരിക്കും. നമ്മൾ അതിനെ പ്രസിപ്പിറ്റേറ്റ് എന്നാണ് പറയാ. അതിന്റെ മുകളിലുള്ളത്, നമ്മുടെ ടെസ്റ്റ് ട്യൂബിന്റെ മുകളിൽ കാണുന്ന ആ പാർട്ടിക്കിൾ ലൈറ്റർ പാർട്ടിക്കിൾസ് ആണ്. ലൈറ്റർ പാർട്ടിക്കിൾസിനെ നമ്മൾ സൂപ്പർനേറ്റന്റ് എന്നാണ് പറയാ. ഇത് സൂപ്പർനേറ്റന്റ് ലൈറ്റർ ആണ്. നെക്സ്റ്റ് ഇത് പ്രസിപ്പിറ്റേറ്റ് ആണ്. പ്രസിപ്പിറ്റേറ്റിൽ ഹെവിയർ പാർട്ടിക്കിൾസ് ആണ് കാണാം. അപ്പൊ ഈ മീഡിയം നമ്മളിങ്ങനെ സെൻട്രിഫ്യൂജ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അജിറ്റേറ്റ് ചെയ്യുമ്പോൾ, ബ്ലെൻഡറിലിട്ട് ഇങ്ങനെ അജിറ്റേറ്റ് ചെയ്യുമ്പോൾ ഈ വൈറസിന്റെ ക്യാപ്സിഡ് അല്ലെങ്കിൽ ബാക്ടീരിയോഫേജിന്റെ ക്യാപ്സിഡ് അത് വളരെ ലൈറ്റ് ആണ്. അവിടെ അപ്പൊ തന്നെ അത് കൊഴിഞ്ഞു പോകും, ഫോളോ ഓഫ് ചെയ്തിട്ട് അതിന്റെ സൂപ്പർ നേറ്റന്റിലാണ്. അതായത് ലൈറ്റർ പാർട്ടിക്കിൾസ് ആയതുകൊണ്ട് സൂപ്പർ നേറ്റന്റിലാണ് വൈറസിന്റെ ക്യാപ്സിഡിനെ കാണാം. അടിയിൽ എന്ത് കാണാം? ഏറ്റവും പ്രസിപ്പിറ്റേറ്റിൽ എന്ത് കാണാം? ബാക്ടീരിയ കാണാം. ബാക്ടീരിയന്റെ ഉള്ളിലാണ് ആരുള്ളത്? നമ്മളുടെ വൈറസിന്റെ DNA ഉള്ളത്. ഇതും അതേപോലെ നമ്മൾ പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നു. പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇതേപോലെ രണ്ട് പോർഷൻസ് കിട്ടി. മുകളിലുള്ളതിനെ നമ്മൾ എന്താ പറയാ? സൂപ്പർനേറ്റന്റ് എന്ന് പറയും. താഴെയുള്ളതിനെ നമ്മൾ പ്രസിപ്പിറ്റേറ്റ് എന്ന് പറയും. സൂപ്പർനേറ്റന്റിൽ എന്താ ഉള്ളത്? വൈറസിന്റെ കോട്ട്,
അതായത് ക്യാപ്സിഡ് ഉണ്ട്. സൂപ്പർ നാറ്റന്റിൽ പ്രസിപ്പിറ്റേറ്റിലാണ് നമ്മുടെ ബാക്ടീരിയ ഉള്ളത്. ബാക്ടീരിയയിലാണ് വൈറസിന്റെ DNA ഉള്ളത്. ഇനി ഹെർഷി ആൻഡ് ചേസ് ചെയ്ത കാര്യം റേഡിയോ ആക്ടിവിറ്റി ചെക്ക് ചെയ്തു. അപ്പോൾ അവർക്ക് റേഡിയോ ആക്ടിവിറ്റി ചെക്ക് ചെയ്തപ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ കേസിൽ, അതായത് റേഡിയോ ആക്റ്റീവ് സൾഫറിൽ വളർത്തിയെടുത്ത ബാക്ടീരിയോഫേജിനെ സെൻട്രിഫ്യൂജ് ചെയ്ത ഈ പ്രസിപ്പിറ്റേറ്റ്, സെൻട്രിഫ്യൂജിന്റെ റിസൾട്ടാണ് കാണിച്ചിരിക്കുന്നത്. പ്രസിപ്പിറ്റേറ്റ് സൂപ്പർ നാറ്റന്റും കിട്ടി. ഇതിൽ സൂപ്പർ നാറ്റന്റിലാണ് റേഡിയോ ആക്ടിവിറ്റി കാണിച്ചത്. അതായത് സൂപ്പർ നാറ്റന്റിലാണ് എന്തുള്ളത്, റേഡിയോ ആക്റ്റീവ് സൾഫർ ഉള്ളത് അല്ലെ. അതുകൊണ്ട് സൂപ്പർ നാറ്റന്റ് ആണ് റേഡിയോ ആക്ടിവിറ്റി കാണിച്ചത്. അതേസമയം രണ്ടാമത്തെ മീഡിയത്തിൽ വളർത്തിയെടുത്ത ബാക്ടീരിയോഫേജ് ആ ഒരു സെൻട്രിഫ്യൂഗേഷന്റെ റിസൾട്ട് ചെക്ക് ചെയ്ത്, സെൻട്രിഫ്യൂജിന്റെ റിസൾട്ട് അവര് സൂപ്പർ നാറ്റന്റും പ്രസിപ്പിറ്റേറ്റും സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് റേഡിയോ ആക്ടിവിറ്റി ചെക്ക് ചെയ്തപ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യം ഇതിലെ റേഡിയോ ആക്ടിവിറ്റി കാണിച്ചത് പ്രസിപ്പിറ്റേറ്റ് ആണ്. കാരണം എന്താണ്, റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസ് എവിടെയാ കാണുക, പ്രസിപ്പിറ്റേറ്റിലാണ് കാണുന്നത്. അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് DNA ആണ് ആക്ച്വലി എന്തായത്, ജനറ്റിക് മെറ്റീരിയൽ ആണല്ലോ ഉള്ളിലേക്ക് വരിക. അപ്പൊ DNA ആണ് ഉള്ളിലേക്ക് വന്നത്, പ്രോട്ടീൻ പുറമെ ഉപേക്ഷിച്ചിട്ട് DNA മാത്രമാണ് ഉള്ളിലേക്ക് വന്നത് എന്ന് അവർക്ക് മനസ്സിലായി. ഈ എക്സ്പെരിമെന്റിലൂടെയാണ് DNA ആണ് ജനറ്റിക് മെറ്റീരിയൽ എന്ന് നമ്മളുടെ സയന്റിഫിക് വേൾഡിന് മനസ്സിലാക്കിയ എക്സ്പെരിമെന്റ് ആണ് നമ്മുടെ ഹെർഷെ ആൻഡ് ചേസ് നടത്തിയ ഈ ആക്ച്വലി എക്സ്പെരിമെന്റിന്റെ ട്രാൻസ്ഡക്ഷൻ, ഈ എക്സ്പെരിമെന്റിലൂടെയാണ് നമുക്ക് ട്രാൻസ്ഡക്ഷൻ എന്നുള്ള കൺസെപ്റ്റ് മനസ്സിലാക്കിയെടുക്കാൻ പറ്റിയത്. ഈ പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് ട്രാൻസ്ഡക്ഷൻ. പക്ഷെ ആ പർട്ടിക്കുലർ ടേം NCERT-യിൽ റെഫർ ചെയ്യുന്നില്ല എന്ന് മാത്രം. അപ്പൊ ഈ എക്സ്പെരിമെന്റിലൂടെയാണ് DNA ആണ് ജനറ്റിക് മെറ്റീരിയൽ എന്ന് കൺഫേം ആയത്. ഒന്നുകൂടെ എക്സ്പെരിമെന്റ് പറയാം. ബാക്ടീരിയോഫേജിനെ യൂസ് ചെയ്ത് ഹെർഷെ ആൻഡ് ചേസ് ചെയ്ത എക്സ്പെരിമെന്റ് ആണിത്. ഇവര് രണ്ട് ഗ്രൂപ്പ് ഓഫ് ബാക്ടീരിയോഫേജിനെ സെപ്പറേറ്റ് കൾച്ചർ മീഡിയത്തിലിട്ട് വളർത്തിയെടുത്തു. ഒരു കൾച്ചർ മീഡിയത്തിൽ റേഡിയോ ആക്റ്റീവ് സൾഫർ കൊടുത്തു, രണ്ടാമത്തെ കൾച്ചർ മീഡിയത്തിൽ റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസ് കൊടുത്തു. റേഡിയോ ആക്റ്റീവ് സൾഫർ പ്രോട്ടീനിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യപ്പെട്ടു, റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസ് DNAയിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യപ്പെട്ടു. പിന്നീട് ഈ രണ്ട് ബാക്ടീരിയോഫേജിനെയും ബാക്ടീരിയനെ ഇൻഫെക്ട് ചെയ്യിപ്പിച്ചു. ബാക്ടീരിയനെ ഇൻഫെക്ട് ചെയ്തു. അതിനുശേഷം സെൻട്രിഫ്യൂഗേഷൻ നടത്തി റേഡിയോ ആക്ടിവിറ്റി ചെക്ക് ചെയ്തപ്പോൾ അവർക്ക് മനസ്സിലായി റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസ് കണ്ടത് ബാക്ടീരിയന്റെ സെല്ലിന്റെ ഉള്ളിലാണ്. അതായത് റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസ് ഇപ്പോൾ DNA-ന്റെ ഭാഗമായതുകൊണ്ട് സെല്ലിന്റെ ഉള്ളിൽ ഇപ്പൊ എന്താണുള്ളത്, DNA ആണ് ഉള്ളത്. അതായത് സെല്ലിന്റെ ഉള്ളിലേക്ക് വരുന്നത് DNA ആണ്. അപ്പോ ഈ എക്സ്പെരിമെന്റിലൂടെയാണ് ജനറ്റിക് മെറ്റീരിയൽ DNA ആണ് എന്ന് കൺഫേം ചെയ്തത്. നിങ്ങൾക്ക് ഈ എക്സ്പെരിമെന്റ് ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ എപ്പോഴും പറയുന്ന കാര്യമാണ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. എല്ലാവരും നന്നായിട്ട് പഠിക്കാം. ഓൾ ദി ബെസ്റ്റ്.